ഞങ്ങളിപ്പോ തനുവിന്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നേക്കാണ് കേട്ടോ. ഇത് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളല്ല, ഞങ്ങൾ ഒരു 2-3 ദിവസം എടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്കൂളിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചർ നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സ്റ്റേഷനറി ഐറ്റംസ് വേണം, പിന്നെ എന്തൊക്കെ വാങ്ങിക്കണം, പിന്നെ എന്തൊക്കെ നമുക്കറിയാമല്ലോ എന്തൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കണം എന്നൊക്കെ. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോ ഞങ്ങൾ ഇപ്പൊ 2-3 ദിവസത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഇപ്പൊ ഒരു ടേബിളിന്മേ വെച്ചിട്ടുണ്ട്. ഇപ്പൊ രാത്രി ഇന്നിപ്പോ ഞങ്ങൾ 11:30 ആയിട്ട് എത്തിയപ്പോ ഞങ്ങൾ എത്തിയിട്ട് നിന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. നാളെ സ്കൂളിൽ പോകണം. അപ്പൊ ഒരുവിധ എല്ലാ ഐറ്റംസ് ആയിട്ടുണ്ടെങ്കിൽ 1-2 ഐറ്റംസ് ഒക്കെ കിട്ടാണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സാധനവും കിട്ടിയില്ല കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലും ആവട്ടെ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബാഗ് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇതാണ് തനുവിന്റെ സ്കൂൾ ബാഗ്. ഞങ്ങൾ കുറെ ബാഗുകള് നോക്കി, പിന്നെ നല്ല തിരക്കായിരുന്നു, നമുക്ക് ശരിക്കും അങ്ങോട്ട് എടുത്ത് നോക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഞങ്ങൾ നോക്കിയതില് ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ് ഇട്ടത്. ഈ ഒരു പിങ്ക് ബ്ലൂ കളറിൽ വരുന്ന ബാഗ് നോക്കിയ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ബാഗ് വരുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ബാഗ് വാങ്ങിക്കുമ്പോ തന്നെ നമുക്ക് ഇത് നമ്മൾ വേറെ മേടിച്ചതാ. ഈ ബാഗ് വാങ്ങിക്കുമ്പോ തന്നെ സെയിം കളറില് വാട്ടർ ബോട്ടിൽ ഇങ്ങനെ തുറക്കാം. സ്ട്രോ ഉണ്ട് കേട്ടോ, സ്ട്രോ വെച്ച് കുടിക്കാനായിട്ട് പറ്റും. ഇത് ഇതിന്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു ലഞ്ച് ബോക്സ് ആണ്. പക്ഷെ നമ്മൾ ഒരു സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര വലിപ്പൊക്കെ ആയിരുന്നു. നമ്മൾ തൽക്കാലത്തേക്ക് മേടിച്ചതാണ്. പ്ലാസ്റ്റിക് ഒക്കെ നല്ല നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെയല്ല തെറ്റി, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. എന്നാലും നമ്മൾ സ്റ്റീലിന്റെ ആണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് അവിടെ വിചാരിച്ച പോലെ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് വേറെ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഇതില് നമ്മള് നിങ്ങൾക്ക് കാണിച്ചില്ലേ കഴിഞ്ഞിട്ട് ഓരോന്നും. ഇതിന്റെ ഇതിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ സ്നാക്സ് കൊണ്ടുപോകാൻ ഇതുപോലെ നല്ല സ്നാക്സ് ബോക്സ് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ എന്തെങ്കിലും കാർട്ടൂണിന്റെ പടക്കം വരുന്ന അങ്ങനത്തെ സ്നാക്സ് ബോക്സ് ആണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പൊ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ് മേടിച്ചത്. നമ്മൾ ഇനി ഒന്ന് വേറെ കാണുമ്പോൾ നല്ലത് മേടിക്കില്ല തന്നെ. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. എന്നാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു. പിന്നെ നമ്മൾ 2 ചെറിയൊരു പാത്രം മേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പപ്പടോ അല്ലെങ്കിൽ ഓരോന്നോരോന്ന് കാണിക്കാം. ഓക്കെ, നമുക്കിത് എന്തെങ്കിലുമൊക്കെ പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനായിട്ട് ചെറുതിനാണ് വാങ്ങിച്ചത്. അപ്പൊ ഇതൊക്കെ ഇതില് നമുക്ക് നോക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഞങ്ങൾക്ക് വെച്ചതാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നമുക്ക് സ്ലേറ്റ് വൈറ്റ് ബോർഡാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നമ്മൾ ചോക്ക് പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയിട്ടുള്ള സ്ലേറ്റ് ആണ് ചോക്കല്ല, നമ്മൾ നാട്ടില് ചോക്ക് പെൻസിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവിടെ പറയട്ടെ തന്നെ കേക്കില്ല. വൈറ്റ് ബോർഡാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈറ്റ് ബോർഡിൽ എഴുതാനായിട്ട് മാർക്കർ ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞു. 2-3 കളറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ചെറിയൊരു ഡസ്റ്റർ ഉണ്ട് കേട്ടോ, ചെറുതായിട്ടുള്ളൂ. നമ്മൾ എക്സ്ട്രാ ഒരു ഡസ്റ്റർ കൂടി മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറുതൊക്കെ വെച്ച് മാറ്റി വരുമ്പോഴേക്കും കുറെ ടൈം പിടിക്കും. നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കൊണ്ട് സ്കൂളിൽ പോകാൻ അമ്മയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ. തന്നെ നല്ല ഇൻട്രസ്റ്റിലാണ് നിൽക്കണം. സ്കൂളിൽ പോവാ കുറെ നാളെയല്ലോ സ്കൂളിൽ പോയിട്ട്. അങ്ങനെ അപ്പൊ താനിപ്പോ KG 2-ലാണ് കേട്ടോ. ഇവിടെ KG 2, നാട്ടില് UKG, അങ്ങനെ ഇവിടെ KG 2-ലാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലേറ്റ്. ഇങ്ങനെ മനസ്സിലാവില്ല എന്താണ് ഇത്. നമ്മുടെ ഇതാണ് നോട്ട്, സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. സ്റ്റിക്കി നോട്ട്സ്, കളർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞിട്ടില്ലേ തനു, ഇത് നോക്ക്, നമ്മൾ 2 വലിപ്പത്തിലുള്ളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബുക്കല്ല, ഇത് കളർ പേപ്പറാണ്. കളർ പേപ്പർ ഇതിപ്പോ കുറെ
ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് കേട്ടോ. അവർക്ക് നമുക്ക് ടൈം ടേബിൾ 2 ആഴ്ചത്തെ ടൈം ടേബിൾ ഒരുമിച്ച് തരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കണം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത്, അതൊക്കെ നമ്മൾ മേടിച്ച് വെക്കണം. അപ്പോൾ ഈ 2 ആഴ്ചത്തെ ടൈം ടേബിൾ തന്നപ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളർ പേപ്പേഴ്സ് ആണ്, പല കളറിലുള്ള പേപ്പേഴ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു A4 സൈസിലുള്ള പല കളറിലുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ. ഇതിലൊരു ഇതുണ്ടായിരുന്നല്ലോ ഇവിടെ, ഒരു സ്റ്റുഡൻറ് സിസേഴ്സ് ആണ് കേട്ടോ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, സേഫ്റ്റി ആണെന്ന് തോന്നുന്നു, കാരണം ഇത് കിഡ്സിനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയായിരിക്കും അല്ലേ. നോക്കാം. ഇതിന്റെ കവർ എവിടെ? ഇതെന്തോ ഇത് ഫിംഗർ കൗണ്ടർ ആണ് കേട്ടോ. ഫിംഗർ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് സംഭവം ഞങ്ങള് ഗൂഗിളിൽ നോക്കിയപ്പോ ഇങ്ങനത്തെ സംഭവമാണ് കണ്ടത്. ഇത് തന്നെയാണോന്ന് അറിയില്ല. ഓക്കെ, നമുക്കിത് തൽക്കാലം ഒരെണ്ണം വാങ്ങിച്ചു. ഇനി ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ ടീച്ചർ പറയും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വാങ്ങിച്ചു. ഓക്കെ, ഇത് ഒരു വളയും മാലയും മേടിച്ചതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇടുന്ന വളയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മേടിക്കാന്ന് വെച്ചാണ് ഉദ്ദേശിച്ചിരുന്നത്. തനുവിന് സ്കൂളിലേക്ക് ഗോൾഡ് ഓർണമെന്റ്സ് ഒന്നും പാടില്ല. അതേപോലെ തന്നെ ഗോൾഡ് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇങ്ങനെ നല്ല വലിയ മാല അല്ലെങ്കിൽ നല്ല കളറുള്ള സ്ലൈഡ് അങ്ങനത്തെ ഒന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇത് മേടിച്ചു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളയമാലക്കാണ് നമ്മൾ മേടിച്ചില്ല. നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയത്, ഇവിടെ എവിടെയാണ് കിട്ടുകയെന്ന് ശരിക്കും അറിയില്ല. അതാണ് കേട്ടോ മെയിൻ പ്രോബ്ലം. പക്ഷെ നമ്മളിനി പോയി നല്ലത് കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് ഇത് മേടിച്ചു. ഇനി ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഇനി ഊരി വെച്ചിട്ട് ഇനി ഇത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മള് ഇത് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. ആകെ ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിങ്കിന്റെ ഫോട്ടോ ആയിട്ടുള്ളത് പെപ്പ പിഗ്. ഇത് കാർട്ടൂണാണ്, പെപ്പ പിഗ് മറ്റു. പക്ഷെ ഇത് നമുക്ക് കാർട്ടൂൺ കണ്ടിട്ടില്ല. പെപ്പ എന്ന് അറിയിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ തൽക്കാലത്തേക്ക് മേടിച്ചതാണ്. അതിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അതൊക്കെ കണ്ടപ്പോ നമ്മൾ അടുത്ത പ്രാവശ്യം അങ്ങനത്തെ ചെയ്യുന്നതാണ്. പിന്നെ ഗായ്സ് നല്ലൊരു പൗച്ച് മേടിച്ചിട്ടുണ്ട്. നല്ലൊരു ബാർബിയുടെ പൗച്ച്. ഉള്ളുഭാഗം പൊട്ടിന്നല്ല, അതേ ഇവിടെ ഇടാം, ഇവിടെ സാധനങ്ങൾ ഇടാം, ഇവിടെ സാധനങ്ങൾ ഇടാം. അതേപോലെ നമ്മള് വേറൊരു ഈ ഒരു പൗച്ച് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതില് ക്രയോൺസ് ഉണ്ട്, പെൻസിൽ ഉണ്ട്, പിന്നെ ഷാർപ്പനർ ഉണ്ട്, റബ്ബർ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി സെറ്റായിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇത് ഒരു സെറ്റ് ഫുൾ വാങ്ങിച്ചു. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഇടാൻ വേറൊരു പൗച്ച് മേടിച്ചു കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ള വേറെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഇട്ട് വെക്കാനുള്ള പൗച്ചാണ്. അത് അതിലുണ്ടായിരുന്നത് ആവശ്യമില്ല, അത് എടുക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാം. അതത് നല്ലതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റിക്ക് എന്തായിരുന്നു, സ്റ്റിക്ക് ഗ്ലൂ ആണ് കേട്ടോ. സ്റ്റിക്ക് ഗ്ലൂ ഇത് ഒരെണ്ണം മതിയായിരുന്നു, പക്ഷെ ഇത് സെറ്റായിട്ട് നമ്മൾ റേറ്റ് കുറവിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചു ഗൈസ് അല്ലേ. സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് മേടിച്ചു. ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് എന്തൊക്കെയോ സ്കൂളിൽ ചെന്നിട്ട് ചെയ്യാനുണ്ടല്ലേ. എന്തൊക്കെ യെസ്, ഇത് പോസ്റ്റർ കളേഴ്സ് ആണ് കേട്ടോ. പോസ്റ്റർ കളേഴ്സ് 12 കളേഴ്സ് ഉള്ളതാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് അവിടെ അത് കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ ഫസ്റ്റ് കൊടുക്കണം. തൽക്കാലത്തേക്ക് നമ്മൾ 6 കളേഴ്സ് ഉള്ളത് കിട്ടി. അപ്പൊ അത് വാങ്ങിച്ചു. അതിനുള്ള ബ്രഷ് വാങ്ങിച്ചു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നോക്കാം, മെല്ലെ മെല്ലെ ഇനി ഓരോന്നും ഞാനും പഠിക്കും. അങ്ങനെ അപ്പൊ അതായി, പൗച്ചായി. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്കെയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഇതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും ഒരു കവർ കണ്ടപ്പോൾ നിങ്ങൾ ഇതിൽ എന്താവും നിങ്ങൾ ചിന്തിച്ചവരുണ്ടാവും അല്ലേ. ഇത് ക്ലേ ആണ് കേട്ടോ. കുറേ കളേഴ്സ് ഉണ്ട് കണ്ടോ, കുറേ കളേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നല്ല ഇൻട്രസ്റ്റ് ഇപ്പൊ ചാടി വരും, കാരണം തനി നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കിയതാണ്.
ഇതൊക്കെ ഉണ്ടോ ചിക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇല്ല. ഓപ്പൺ ചെയ്യണ്ട, അത് ഇത്ര കളേഴ്സുള്ള ക്ലേ ആണ് തന്നെ. നമ്മളൊരു ബോക്സിലുള്ള ക്ലേ ആണോ നോക്കിണ്ടായിരുന്നു, അത് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു. ചുമ വരുന്നു, ചുമക്കട്ടെ. നിർത്താണ്ട് സംസാരിച്ചത് ചുമ വരുന്നു. ഓക്കെ, ഇതാണ് ക്ലേ. ക്ലേ അതിന്റെ ഇതിൽ തന്നെ വെക്കാം. ആ ഇതായി. പിന്നെ നമ്മളിത് ഒരു കർച്ചീഫ് വാങ്ങിച്ചിട്ട്, നമ്മൾ കിഡ്സിന്റെ കർച്ചീഫ് നോക്കി, പക്ഷെ അവിടെ കിട്ടിയില്ല. അപ്പൊ വലുതാണ് കിട്ടിയത്. വലുതെങ്കിൽ വലുതെന്ന് വിചാരിച്ചു കാരണം വാങ്ങിച്ചു. കിച്ചന്റെ ഇനി വേറെ ഷോപ്പിൽ, കിച്ചന്റെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കിട്ടിയിരിക്കും. അപ്പൊ അത് മേടിച്ചു കേട്ടോ. ഇതേ സ്റ്റിക്കി നോട്ട് വേറെ മേടിച്ചിട്ടുണ്ട്. ഇതേ വേറൊരു ഷേപ്പിലുള്ള സ്റ്റിക്കി നോട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് പക്ഷെ ഇതാണ് ഒന്നുകൂടി നല്ലത്. ഞങ്ങൾ വേറെ ഫസ്റ്റ് ദിവസം പോയപ്പോ ഇനി ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് ഈ കാർഡ് മേടിച്ചു. അവിടെ നിന്നിട്ട് തന്നെ എഴുതിയതാണല്ലോ. ഇത് നമ്മള് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് കിട്ടും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേരും ഫോട്ടോയും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു വിടാൻ വിചാരിച്ചു. ഇതാണ് തന്റെ സ്കൂൾ യൂണിഫോം വെച്ചിട്ടുള്ള ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോട്ടോയും ഇതിലെ പേരും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക്, പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് കിട്ടും. അപ്പൊ അതാണ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾ ഇത്രയും വെറുതെ മേടിച്ചു. സാലിയ സിദ്ധുവിന് വീട്ടിലിട്ട് കളിച്ച് നടക്കാം അല്ലെ. പിന്നെ നമ്മൾ വേറെ എന്തോ ഒരു വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതെന്തോ ഒരു ഷീറ്റാണ് ഗൈസ്. പിന്നെ ഇത് നാപ്കിൻ. കിഡ്സ് നമുക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇത് എന്തെങ്കിലും നാപ്കിൻ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ ഇവിടെ പിൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ കർച്ചീഫ് വെച്ചിട്ട് അതിൽ കഴിക്കാം. എന്നാലും ഇത് കണ്ടപ്പോ ഇതാണല്ലോ എനിക്കൊന്നും കൂടി സുഖം, പെട്ടെന്ന് പോവില്ല, അതിങ്ങനെ കഴുത്തിലിട്ട് കഴിക്കാലോ, അങ്ങനെ വിചാരിച്ചു. പിന്നെ നമുക്കിനി കിഡ്സിന്റെ ഫോർക്ക്, സ്പൂൺ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല, നോക്കിയിട്ട് കിട്ടിയില്ല. ഓൺലൈനിൽ നോക്കുമ്പോൾ നല്ലതിൽ കാണുന്നുണ്ട്. അപ്പൊ അത് മേടിക്കണം അതിന്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് വാങ്ങിയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെയും ഒരു 2-3 ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് നമ്മള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തിരക്കില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കേട്ടോ. തനി ബായ് പറയാം. തനിന്റെ ബുക്ക് കാണിച്ചു തരാം. തനി പച്ചമുളക് പോയി ചോദിച്ചിട്ടുണ്ട്. അത് ക്ലിയർ പഞ്ചഡ് പോക്കറ്റ് ആണ് കേട്ടോ. ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അങ്ങനെ എടുത്തല്ലേ. ഓക്കെ, ഞാനിപ്പോ വന്നിട്ടുള്ളത് കുട്ടിയുടെ ബുക്സ്. ഇതാണ് ഗൈസ് ബുക്സ്. പിന്നെ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ്, മാത്സ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവിടെ ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അത് കുറെ സമയം പിടിക്കും, വീഡിയോ കുറെ ലെങ്ത് ആവും. ഈ ഒരു ബുക്ക് എനിക്ക് അതിൽ നല്ല ഇഷ്ടമായത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ബുക്കാണ് കേട്ടോ. ഇതില് കുറെ ഐറ്റംസ് ഇതിൽ തന്നെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൂടാതെ നമ്മള് ഓരോ ആഴ്ചയിലൊക്കെ ടൈം ടേബിൾ തരുമ്പോ അതിനനുസരിച്ചിട്ട് മേടിക്കണം. എന്നാലും ഇതിങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ബുക്ക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൽ നല്ല ടെക്സ്റ്റ് ബുക്കുകള്, നോട്ട് ബുക്കുകൾ അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് 2 ഫയൽ തന്നിട്ടുണ്ടായിരുന്നു. ഇത് പെൻസിൽ, കളർ പെൻസില്, പിന്നെ നോർമൽ പെൻസില്, ക്രയോൺസ് തന്നിട്ടില്ല. ഇതാണ് കളർ പെൻസിൽ തന്നിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ബുക്കൊക്കെ കവർ ചെയ്യാനുള്ളതായിരുന്നു. ഇത് ശരിക്കും ട്രാൻസ്പെറന്റ് ആണ്. അതായത് ഇതിലിങ്ങനെ ഒരു പശി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ സ്റ്റിക്കർ പോലെ എടുത്തിട്ട് ഒട്ടിക്കാണ് വേണ്ടത്. ഇത്തിരി പാടായിരുന്നു ഇത് ഒട്ടിക്കാനായിട്ട്. അതായത് ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതേ കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്രയോൺസ് നമ്മള് മേടിച്ചതാ, സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല.
അപ്പൊ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ശരിക്കുള്ള ഒരു ഭാഗം തന്നെയാണ് കാണും. കവർ ചെയ്തെന്ന് തോന്നുന്നില്ല, പക്ഷെ ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളോട് കവർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ട് തന്നെ വെള്ളമായാലും എന്തായാലും ഒന്നും പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ്. ഇനി ഇതൊക്കെ വെച്ച് നമ്മൾ തനിക്കുട്ടി നാളെ സ്കൂളിലേക്ക് പോവാണ്. ഇതിലെ കുറച്ച് ബുക്കുകളൊക്കെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ സ്കൂളിൽ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ, ഒരു ബായ് പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി വേറൊരു സ്കൂൾ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം അല്ലെ, ഡേ ഇൻ മൈ ലൈഫ് ഷോർട്ട് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. അപ്പൊ അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.